കുഞ്ഞുമോളുടെ തട്ടുകടയുടെ ചിത്രമാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. പാഠഭാഗം ഒന്ന് വായിച്ചാലോ? കുഞ്ഞുമോളുടെ തട്ടുകട. കുഞ്ഞുമോൾക്ക് ഒരു തട്ടുകടയുണ്ട്. അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട. ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം, അങ്ങനെ പല പല പലഹാരങ്ങൾ. എല്ലാത്തിനും നല്ല സ്വാദ്. അവരുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു. തട്ടുകടയിൽ തിരക്കോട് തിരക്ക്. വന്നവർക്കെല്ലാം അവർ സ്നേഹത്തോടെ ആഹാരം വിളമ്പി. പാഠഭാഗത്തെ പ്രധാനപ്പെട്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യ, ദ, ഠ, ട. യ ചേർന്ന് വരുന്ന വാക്കുകളാണ് നെയ്യപ്പം, വയ്യ, കയ്യാല, ചെയ്യാം, തയ്യൽ, തെയ്യം, പയ്യൻ, നെയ്യ്. ദ ചേർന്ന് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദയ, ദിവസം, ദൂരം, ദാഹം, ദീപം, ദോശ, ദേഷ്യം, ദുഃഖം. ഠ ചേർന്ന് വരുന്നത് ലഡു, ഇഡ്ഡലി. ട ചേർന്ന് വരുന്ന വാക്കുകൾ വട്ടം, മുട്ട, പുട്ട്, കട്ട, കട്ടി, പെട്ടി, പട്ടം, ഒട്ടകം, പാട്ട്. ഈ വാക്കുകളൊക്കെ എഴുതി നോക്കണം. ഈ അക്ഷരങ്ങളൊക്കെ പരിചയപ്പെടണം. പാഠഭാഗം നന്നായി വായിച്ചു മനസ്സിലാക്കിയല്ലോ. ഇനി പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാം. കണ്ടെത്താം. കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങൾ ഉണ്ട്? കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം, അങ്ങനെ പലതരം പലഹാരങ്ങൾ ഉണ്ട്. അടുത്തത്, എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക്? രുചികരമായ ഭക്ഷണം ലഭിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതാനുള്ളതാണ്. ഉചിതമായ സ്ഥലത്ത് എഴുതുമല്ലോ. ചിത്രം ഒന്ന് നോക്കാം. എന്തിനാണ് അച്ഛൻ കുഞ്ഞുമോളെ തോളിൽ കിടത്തിയിരിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കാം. സ്വന്തമായി തട്ടുകടയുണ്ട്, സ്വാദുള്ള ആഹാരവുമുണ്ട്. എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട. അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു. അപ്പം അമ്മ പറയുന്നുണ്ട്, ദിവസം കഴിയുന്തോറും മോൾക്ക് ക്ഷീണം കൂടി കൂടി വരുന്നു. തീരെ ഉഷാറില്ല. ഒരു ഡോക്ടറെ കാണിക്കണം. ഈ ഭാഗം നന്നായി വായിക്കണേ. എന്നിട്ട് ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? അച്ഛനും അമ്മയും സങ്കടപ്പെട്ടത് എന്തിന്? മോളെ ഡോക്ടറെ കാണിക്കണമെന്ന് അമ്മ പറഞ്ഞത് എന്തിനാണ്? അച്ഛൻ ഡോക്ടറോട് പറഞ്ഞത് എന്താണ്? അടുത്ത പേജ് ഒന്ന് വായിച്ചു നോക്കിയാലോ. ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല, കടുത്ത ക്ഷീണവുമുണ്ട്. അപ്പോൾ ഡോക്ടർ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി എന്തായിരിക്കുമെന്ന് നമ്മൾ കണ്ടെത്തണം. ഇനി കുഞ്ഞുമോൾ ഉഷാറായത് എങ്ങനെ? അവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഉഷാറായതെന്ന്. ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞുമോൾ കൃത്യമായി മരുന്ന് കഴിച്ചു, നന്നായി ആഹാരവും കഴിച്ചു. അവൾ ഉഷാറായി. അപ്പോൾ ഡോക്ടർ എന്താണ് അവളോട് പറഞ്ഞു കൊടുത്തതെന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടുമല്ലോ. ഇനി എഴുതാമല്ലോ. ഡോക്ടർ എന്താണ് അവളോട് പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് എന്തെല്ലാം? നന്നായി ആഹാരം കഴിക്കണം, കൃത്യമായി മരുന്നും കഴിക്കണം, മോളുടെ ക്ഷീണം വേഗം മാറും. കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി.